ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടി ആയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ശർക്കര വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ശർക്കര വരട്ടി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 3 നേന്ത്രക്കായാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ തോല് കളയുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ഈ ഇരുവശങ്ങളും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ ആ കത്തിയുടെ ആ ഷാർപ്പ് ഭാഗം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ തോലിലൊന്ന് തിക്കി കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് 2 വശങ്ങളും ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അതിൻ്റെ ആ തോല് നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തോല് ഇങ്ങോട്ട് ഇതേപോലെ പൊളിച്ചെടുത്താൽ മതി. പിന്നെ അതിനകത്ത് പോകാതെ നിൽക്കുന്ന ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ആ കത്തി വെച്ചിട്ട് തന്നെ നമുക്കത് ജസ്റ്റ് കളഞ്ഞെടുത്താൽ മാത്രം മതി. ഇതേപോലെ ഇനി നമുക്കിത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നമുക്കിത് ഇട്ട് വയ്ക്കാം. അങ്ങനെ നമുക്കിത് 3 ഇതേപോലെ ചെയ്തെടുക്കാം. ഈ നേന്ത്രക്കായുടെ തോല് കളയുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ഈ തോല് കളയേണ്ട ആവശ്യമില്ല. പയറൊക്കെ ചേർത്തിട്ട് കൂട്ടുകറിയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ കഴിയാൽ മാത്രമേ നമുക്കത് വൃത്തിയായിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. എത്ര പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 നേന്ത്രക്കായുടെയും തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോന്നും ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം വേണം ശർക്കര വരട്ടിക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ശർക്കര വരട്ടിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ അരിയുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ശർക്കര വരട്ടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് വേഗം തന്നെ ശർക്കര വരട്ടി തയ്യാറാക്കി തുടങ്ങാം. എല്ലാവരും ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശർക്കര വരട്ടിയൊക്കെ ഒരു നാടൻ പലഹാരം ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കായ് ഇതിലേക്ക് ഇതേപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് ആ എണ്ണ കയ്യിലേക്ക് തെറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിനി എപ്പോഴും ഇതും ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഏലക്കായും 2 വലിയ കഷ്ണം ചുക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശമായി വന്നിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു വശം മാത്രം അതിൻ്റെ കളറ് മാറിപ്പോകും. അപ്പോൾ ഇതിനകത്ത് ആ തിളയൊക്കെ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ആ ഒരു പത കണ്ട അത് മാറിക്കിട്ടണം. പിന്നെ ഒരു സൗണ്ട്, ഒരു കിലുങ്ങണ ഒരു സൗണ്ടും വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകമായി എന്നൊക്കെ നമ്മൾ അറിയുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. ആ സൗണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒന്ന് ഒടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ആ യെല്ലോ കളറിനെയൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി ചുവന്ന ഒരു നിറത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ആ കായുടെ പീസ് ഒന്ന് ഒടിച്ച് നോക്കിയാൽ മതി. ഉണ്ടാ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് ഇത് കോരി മാറ്റാം.
നമ്മൾ ഇതിൽ നിന്ന് കായ് വറുത്തത് മൊത്തം മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ അതിനകത്തേക്ക് എണ്ണ കൂടുതലായിട്ട് കയറി പിടിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സെയിം ചീനച്ചട്ടി തന്നെയാണ് ഇനി ശർക്കര വരട്ടി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. കാരണം കുറച്ച് കനമുള്ള ഒരു പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചട്ടി അതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ശർക്കര ഇവിടെ ഉരുക്കി അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കിലോഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ശർക്കര ഉരുക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം. അതല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ശർക്കര വരട്ടി കഴിക്കുമ്പോൾ നേരിയ മണൽത്തരികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ 1/4 കിലോഗ്രാം ശർക്കര അതിനകത്തേക്ക്, അപ്പോൾ അത്യാവശ്യം മധുരം നമുക്ക് വേണം, അതുകൊണ്ടാണ് 250 ഗ്രാം ശർക്കര. അപ്പോൾ ഇതിനകത്തേക്കുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നത് അല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് നന്നായിട്ട് ശർക്കരയിലുള്ള വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ഒരു നൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അപ്പോൾ ആ രീതിയിൽ വരണം. ഇപ്പോൾ കണ്ട തുള്ളി കുത്തിയാണ് ഇതിനകത്ത് വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്തിങ്ങനെ ഒന്ന് ഒഴിച്ച് നോക്കിയാൽ നമുക്കതറിയാൻ പറ്റും. അപ്പോൾ തുള്ളി വീഴാതെ ഇങ്ങനെ അതൊരു നൂൽ പരുവത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നൂലായിട്ട് ഇങ്ങോട്ട് വീഴും, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത്ര മതി, കറക്റ്റ് ശർക്കരയുടെ പാകം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായുടെയും ചുക്കിൻ്റെയൊക്കെ പൊടിയില്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരല്പം മാത്രം ഉപ്പ്, അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ശർക്കര വരട്ടിയുടെ കായ് വറുത്തതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര നന്നായിട്ട് തന്നെ എല്ലായിടത്തും കായിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശർക്കരയുടെ പാനി നന്നായിട്ട് അത് വറ്റി പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നാലും മാത്രമേ ആ അരിപ്പൊടി നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ വറുത്ത അരിപ്പൊടി 1 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകും. അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള ചുക്കുപൊടിയും ഏലക്കായ്പ്പൊടിയും ജീരകവും കൂടി ചേർത്ത പൊടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ നനവുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം അവിടത്തും പിടിച്ച് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലൊട്ടും വെക്കരുത്. പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് കട്ട പോലെ ആയിപ്പോവും. പിന്നെ അതെല്ലാം കൂടി യോജിച്ച് ഇതായിപ്പോവും. ഇളക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. നമുക്ക് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറവും പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഏലക്കാപ്പൊടിയും എല്ലാനും നന്നായിട്ട് തന്നെ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂട് ആറുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരിയ ചൂടോടുകൂടി നമ്മൾ ഈ പഞ്ചസാര ചേർത്താൽ മാത്രമേ ഈ ശർക്കര വരട്ടിയിൽ ഇത് നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ശർക്കര വരട്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടി നമ്മളങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.